നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ എറണാകുളം സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കി. വിധി പ്രസ്താവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായുള്ള കൊട്ടേഷൻ പീഡനമെന്ന കുറ്റം ആരോപിക്കപ്പെട്ട 85 ദിവസം ദിലീപ് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം നടി ആക്രമിച്ച കേസിലെ വിധിയിൽ പ്രതികരിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരിക്കുകയാണ്. കേസിൽ ദിലീപിനെതിരെയുള്ള തെളിവുകൾ പോലീസ് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞു. ദിലീപിന്റെ കാര്യത്തിൽ താൻ പറഞ്ഞത് ശരിയാണ്. കേസിൽ ദിലീപിനെതിരെ തെളിവുകൾ പോലീസ് കൃത്രിമമായി ഉണ്ടാക്കി. വ്യാപകമായി പ്രചരിച്ച പൾസർ സുനിയോടൊപ്പമുള്ള ദിലീപിന്റെ ഫോട്ടോ പോലീസ് ഫോട്ടോഷോപ്പ് വഴി നിർമ്മിച്ചതാണ്. ഒരു വനിതാ ജഡ്ജിക്കെതിരെ വ്യാപകമായി സൈബർ പ്രചരണം നടത്തുന്നു. ദിലീപിനെ ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ടെന്ന് പറഞ്ഞ രാഹുൽ കണ്ണിൽ പൊടിയിടാനെങ്കിലും ഇതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്നും ചോദിക്കുന്നുണ്ട്. അതേസമയം തനിക്കെതിരെ കോടതിയിൽ പോലീസും പ്രോസിക്യൂഷനും കള്ളം എഴുതി കൊടുക്കുകയാണ് ചെയ്തത് എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. 11ാം തീയതി ജാമ്യം കിട്ടേണ്ടതായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞു. 16 ദിവസം എന്തൊരു അനീതിയാണ് നടന്നത് എന്ന് അന്വേഷിക്കണമെന്നും സ്ത്രീപക്ഷ നിലപാട് പറയുമ്പോൾ പുരുഷന്മാരെ വേട്ടയാടരുത് എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി ഉറപ്പ് നൽകിയില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നടി മഞ്ജു വാര്യർ. കുറ്റകൃത്യം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും ആസൂത്രണം ചെയ്തവർ പുറത്തുള്ളത് ഭയപ്പെടുത്തുന്നുവെന്നും മഞ്ജു വാര്യർ കുറിച്ചു. ദിലീപ് ആരാധകർ നടനെ കോടതി കുറ്റവിമുക്തനാക്കിയത് ആഘോഷമാക്കിയിരിക്കെയാണ് മഞ്ജു വാര്യരുടെ പ്രതികരണം. നടിക്കെതിരെ ദിലീപ് അനുകൂലികൾ തിരിഞ്ഞിട്ടുണ്ട്. യുക്തിക്ക് നിരക്കാത്ത പല കഥകളും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ദിലീപിനെ തകർക്കാൻ മഞ്ജു വാര്യരും സംഘവും നടത്തിയ നീക്കമാണെന്നാണ് വാദം. എന്നാൽ ദിലീപിനെ തകർക്കണമെങ്കിൽ മഞ്ജുവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ജനശ്രദ്ധ ലഭിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മഞ്ജു വാര്യർ. വിവാഹ ജീവിതത്തിൽ താൻ ചതിക്കപ്പെട്ടു എന്ന ഒറ്റ വാക്ക് ഒരു പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞാലോ പ്രസ്താവന പുറത്തുവിട്ടാലോ ദിലീപിന്റെ ഇമേജിന് ഇത് കാര്യമായി ബാധിക്കും. മകളുടെ കസ്റ്റഡി അവകാശം സംബന്ധിച്ച് മഞ്ജുവിന് കോടതിയിൽ നിയമപരമായി നീങ്ങാമായിരുന്നു. എന്നാൽ ഇതിനൊന്നും മഞ്ജു തയ്യാറായില്ല. വിവാഹമോചനത്തിന് കാരണം എന്തെന്ന് മാധ്യമങ്ങളെല്ലാം ചോദിച്ചപ്പോഴൊന്നും മഞ്ജു കാരണം വ്യക്തമാക്കിയില്ല. രണ്ടുപേരുടെയും സ്വകാര്യത മാനിച്ച് കാരണം പറയുന്നില്ല എന്നാണ് മഞ്ജു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞൊരാൾ എന്തിന് പിന്നീട് ദിലീപിന്റെ ജീവിതവും കരിയറും തകർക്കാൻ ശ്രമിച്ചുവെന്ന ചോദ്യവും പ്രസക്തമാണ്. അതിജീവിത മഞ്ജു വാര്യരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സ്വന്തം സുഹൃത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സാഹചര്യം മുൻ ഭർത്താവിനോടുള്ള വൈരാഗ്യം തീർക്കാൻ മഞ്ജു ഉപയോഗിച്ചു എന്ന വാദം എത്രമാത്രം ബാലിശമാണെന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. പറയാനാണെങ്കിൽ മഞ്ജുവിന് ഒരുപാടുണ്ട്. വെളിപ്പെടുത്തലുകൾ പലരെയും ബാധിച്ചേക്കും. എന്നാൽ കോടതിയിൽ അല്ലാതെ പരസ്യമായി മഞ്ജു തന്റെ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല. മഞ്ജു വാര്യർ സത്യം തുറന്നു പറയണമെന്നാണ് യൂട്യൂബർ സായി കൃഷ്ണ പറയുന്നത്. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു, ആസൂത്രണം ചെയ്തവർ പച്ച വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും വരികയാണ്. കോടതിയിൽ ഒരു സംഗതിയും ഇവർക്ക് ഫേവറബിൾ ആയി വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ വീണ്ടും എങ്ങോട്ടോ നോക്കി വിരൽ ചൂണ്ടുന്നു. ആർക്കോ വേണ്ടിയൊരു സംസാരം. വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ സമൂഹത്തിന് മുമ്പിലെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും പറയാത്തത്. പക്ഷേ ഇത് പറയേണ്ട സമയമാണെന്നാണ് സായി കൃഷ്ണ പറഞ്ഞത്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായ കോടതി വിധി വലിയ ചർച്ചയായിരുന്നു. കേസിലെ ഏറ്റവും നിർണായക മൊഴികളിൽ ഒന്നായി അന്വേഷണ സംഘം കണക്കാക്കിയത് ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരുടെ മൊഴിയാണ്. അതിജീവിതയോട് ദിലീപിന് വ്യക്തിവൈരാഗ്യം ദിലീപിനുണ്ടെന്ന് സ്ഥാപിക്കാൻ ഉതകുന്നതായിരുന്നു ഈ മൊഴി. വേർപിരിയലിന് കാരണമായ കാവ്യ മാധവനുമായുള്ള ബന്ധം തന്നോട് പറഞ്ഞത് അതിജീവിതയാണെന്ന് ദിലീപ് കരുതിയിരുന്നു എന്നാണ് മഞ്ജു വാര്യർ നൽകിയ മൊഴി. എന്നാൽ കോടതിയിൽ ഈ മൊഴി പ്രസക്തമായില്ല എന്ന് വിധിന്യായത്തിൽ നിന്ന് വ്യക്തമാണ്. മഞ്ജുവിന്റെ മൊഴിയിൽ ജനങ്ങൾ ചർച്ചയാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദിലീപ് ഫോൺ വീട്ടിൽ വെച്ച് പോയപ്പോൾ ഫോണിൽ മഞ്ജു ചില മെസ്സേജുകൾ കാണാനിടയായി. അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു. ഈ മെസ്സേജ് കണ്ട് മഞ്ജു ഞെട്ടി. അന്ന് കാവ്യയും മഞ്ജുവും തമ്മിൽ വളരെ അടുപ്പമുണ്ട്. അപ്പോൾ തന്നെ ദിലീപിനെ മഞ്ജു വിളിച്ചു. ഷൂട്ടിംഗ് സ്ഥലത്താണെന്ന് പറഞ്ഞ് ദിലീപ് ഒഴിഞ്ഞുമാറി. കാവ്യയെ വിളിച്ചപ്പോൾ കാവ്യയും ഒഴിഞ്ഞുമാറി. ഇതോടെ കാവ്യ മാധവന്റെ അമ്മയെ വിളിച്ചു. ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ അമ്മ പങ്കുവച്ചു. അതിജീവിതയ്ക്കും ഗായിക റിമി ടോമിക്കും ഇക്കാര്യം അറിയാമെന്നും പറഞ്ഞു. അതിനുശേഷം
മഞ്ജു സുഹൃത്തുക്കളായ സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനുമൊപ്പം അതിജീവിതയുടെ വീട്ടിലെത്തി. ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആദ്യം തുറന്നു പറയാൻ അതിജീവിത തയ്യാറായിരുന്നില്ല. എന്നാൽ അതിജീവിതയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ അതിജീവിത പങ്കുവച്ചു. വൈകുന്നേരം വരെ സംയുക്തയുടെ വീട്ടിലായിരുന്നു പിന്നീട് മഞ്ജു. കാവ്യയുടെ അമ്മയെ വിളിച്ച് താൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. കാവ്യ ഈ ബന്ധം തുടരില്ലെന്ന് തനിക്ക് ഉറപ്പ് നൽകിയെന്ന് അമ്മ പറഞ്ഞു. വീട്ടിലെത്തിയ മഞ്ജു വാര്യരുടെ ദിലീപിന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി. തെളിവുകൾ ഉൾപ്പെടെ കാണിച്ചു ഇവരോട് കാര്യങ്ങൾ സംസാരിച്ചു. 2 ദിവസത്തിന് ശേഷമാണ് ദിലീപ് വീട്ടിലെത്തുന്നത്. മഞ്ജു ഇക്കാര്യം സംസാരിച്ചു. കാവ്യ കുട്ടിത്തമുള്ള ആളാണ്, അവൾ അയക്കുന്ന മെസ്സേജുകൾ ഗൗരവമായി എടുക്കേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് പ്രശ്നങ്ങൾ വഷളായി എന്നാണ് മഞ്ജുവിന്റെ മൊഴിയെക്കുറിച്ച് വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഒരിക്കൽ കാവ്യ മാധവൻ മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനായിരുന്നു. ഞങ്ങൾ കാണുന്നത് വളരെ അപൂർവമാണ്. ചില കല്യാണങ്ങളൊക്കെ വരുമ്പോഴേ കാണുന്നുള്ളൂ. പക്ഷേ ഫോണിലുള്ള ബന്ധം എപ്പോഴുമുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ ഒരേ മാസം ജനിച്ചവരാണ്. പിറന്നാളിനെ വിളിച്ച് പരസ്പരം വിഷ് ചെയ്യാറുണ്ടെന്നും കാവ്യ അന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ. ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്ന ആളാണ് മഞ്ജു ചേച്ചിയെന്നും കാവ്യ മാധവൻ അന്ന് പറഞ്ഞു. അതേസമയം ഒന്നുമില്ലായ്മയിൽ നിന്നും തന്റെ കലാപരമായ കഴിവുകൊണ്ടും ബുദ്ധികൊണ്ടും മലയാള സിനിമയുടെ സമസ്ത മേഖലകളും കൈക്കുമ്പിളിൽ ഒതുക്കിയ നടനാണ് ദിലീപ്. വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ ഒപ്പമെത്തിയത്. അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള ഇഷ്ടം കാരണം ജനപ്രിയ നായകൻ എന്ന പേരും ചാർത്തിക്കൊടുത്തു. അന്നൊക്കെ ദിലീപിന്റെ ഒരു സിനിമ വരാൻ കണ്ണും നട്ട് കാത്തിരുന്ന പ്രേക്ഷകർ ഇന്ന് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സംഭവം അരങ്ങേറിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതായത് സിനിമാ പ്രേമികൾ വീട്ടിലെ അംഗത്തെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു നടനെ വെറുക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന അവസ്ഥ. എന്നാൽ സിനിമാ രംഗത്തുള്ള ആരും തന്നെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ കേസും വിവാദങ്ങളും വന്ന ശേഷം രാമലീലയ്ക്ക് ശേഷം റിലീസ് ചെയ്ത ദിലീപ് സിനിമകളൊന്നും നിലം തൊട്ടിട്ടില്ല. കോടികളാണ് ദിലീപ് സിനിമകളിലൂടെ നിർമ്മാതാക്കൾക്ക് നഷ്ടമായത്. വലിയൊരു തിരിച്ചുവരവ് നടത്താൻ ദിലീപ് ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഭബബ എന്ന സിനിമ. വിജയമുറപ്പിക്കാൻ മോഹൻലാൽ എന്ന മേമ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇപ്പോഴിതാ കോടതി വിധി വരുന്നതിന് മുൻപും ശേഷവുമുള്ള ദിലീപിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും കേസുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ചിന്തകളും പങ്കുവയ്ക്കുകയാണ് ആലപ്പി അഷ്റഫ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ സംശയത്തോടെ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കുറിപ്പിലൂടെ മഞ്ജു വാര്യർ വ്യക്തമാക്കി തരികയാണ് ചെയ്തതെന്നും അഷ്റഫ് പറയുന്നുണ്ട്. കോടതി വിധി കേട്ട ശേഷം പുറത്തുവന്ന ദിലീപിന്റെ ശരീരഭാഷ്യവും പ്രതികരണവും വ്യത്യസ്തമായിരുന്നു. അവിടെ ഒരു അല്പം ഭബബ കാണിച്ചിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രത്തോളം രൂക്ഷമാകില്ലായിരുന്നു. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അല്പം പോലും മാനസാന്തരം വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം. മഞ്ജു വാര്യരെയും മീഡിയയെയും പോലീസിനെയും വരെ വെല്ലുവിളിച്ചുള്ള പ്രതികരണമായിരുന്നു. ആർക്കെങ്കിലും അയാളോട് അല്പം സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അതുപോലും ഇല്ലാതാക്കുന്നതായിരുന്നു ആ പ്രകടനം. കോടതിയിലേക്ക് ദിലീപ് പാവത്താനെ പോലെ കയറി പോകുന്നത് കണ്ടപ്പോൾ പലർക്കും അയാളോട് വിഷമം തോന്നിയിരുന്നു. എന്നാൽ തിരിച്ചിറങ്ങി വന്നപ്പോൾ കാണിച്ച ധിക്കാരവും അഹങ്കാരവും ഒക്കെ താൻ മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. ഇത് കണ്ടപ്പോൾ പഴയൊരു സംഭവം ഓർമ്മ വന്നു. ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ ചാനലിലൂടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ചേട്ടൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ, ഞങ്ങൾ തുടങ്ങാൻ ഇരിക്കുന്നതേയുള്ളൂ, ഒരറ്റം മുതൽ ആരംഭിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ എന്ന് ഒരുപക്ഷെ ഇപ്പോൾ അതിന് തുടക്കം കുറിച്ചതാകാം. തുടക്കത്തിൽ സംശയത്തോടെ പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസത്തെ കുറിപ്പിലൂടെ മഞ്ജു വാര്യർ വ്യക്തമാക്കി തന്നു എന്നുമാണ് ആലപ്പി അഷ്റഫ് ദിലീപിന്റെ കാര്യത്തിൽ പ്രതികരിച്ചത്. ഈ വരുന്ന 18-ാം തീയതിയാണ് ദിലീപ് സിനിമ ഭബബ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. പ്രിൻസ് ആൻഡ് ദി ഫാമിലിയാണ് അവസാനം റിലീസ് ചെയ്ത ദിലീപ് സിനിമ. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ഭബബ നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.